സ്റ്റാൻഡൊക്കെ കണ്ടോ പൊടി പിടിച്ച് ഇത്ര നാളായി എടുത്തിട്ടല്ലേ. പോട്ടെ എല്ലാം പോയി. അപ്പം കണ്ടല്ല, നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. നാളെ കലോത്സവം നടപ്പുണ്ട് നമ്മുടെ കാസർഗോഡോട്ടാണ് പോണത്. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 11 മാസത്തോളമായി ഞാൻ വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ട്. ലാസ്റ്റ് നമ്മൾ ഊട്ടി പോയ വീഡിയോ ചെയ്തത് കഴിഞ്ഞ കൊല്ലം ഡിസംബർ ആ ടൈമിലൊക്കെ ആയിരിക്കുള്ള വീഡിയോ ഇട്ടേക്കണത്. ഇപ്പോൾ ഡിസംബറായി. ഞാനപ്പോൾ നമ്മുടെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഇച്ചിരി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ മുതൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഇടുന്നതായിരിക്കും. ഞാനെന്തായാലും റെഡിയായി, അച്ഛൻ റെഡിയായി. ഞാനും അച്ഛനും മാത്രമേ പോകണുള്ളൂ. ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ ഇവിടെ കുറുമ്പത്തിരുത്തിലോട്ട് പോകണം. കുറുമ്പത്തിരുത്തിയിൽ നമുക്ക് വണ്ടിയുണ്ട്. ആ വണ്ടി കയറി നമ്മൾ നേരെ കാസർഗോഡോട്ട് പോകും. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ്ട. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്ന് കയറിയിട്ടുള്ളൂ. വേറെ കുറേ വണ്ടിയൊക്കെ എടുപ്പുണ്ട്. ഫ്ലാഷ് ഇട്ടിട്ട് അത്ര വട്ടം വരാം. ഞാൻ അകത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് സാധനം നമുക്ക് കുന്നുള്ളതാണ്ടോ, കുത്തി നിറച്ച് വെച്ചേക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഇപ്പം എത്ര മണിയായി? ഇപ്പം മണി 11:09 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതൊരു 8:30 ടൈമിന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് 8:30 അല്ലല്ലോ, 9 മണിയല്ലോ. ചെറിയപ്പോൾ 10 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9 മണിയായില്ലേ? 9 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നേരെ കുറുമ്പത്തിരുത്തിൽ വന്ന് അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ കാസർഗോഡോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചേറ്റുവ പാലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ വന്ന വഴിയിൽ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം വേറെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. വണ്ടിയുടെ നേരെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അവിടെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വന്നുകൊണ്ടിരിക്കണ വഴിയിൽ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ തീരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ വന്ന് ഇപ്പം പെട്രോളൊക്കെ അടിച്ച് സുഖമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ മണിക്കൂട്ടൻ ഉണ്ട്, മച്ചാൻ. ഞങ്ങളങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചോയ്, മാഹി വഴിയാണ്ടാ പോണത്. വണ്ടിയിൽ എന്തിനാ അടിക്കാണ്ട്? വണ്ടിക്ക് മാത്രമാണ്. അച്ഛനോട് ഇരിപ്പുണ്ട്. വണ്ടിയിൽ ബാക്കിലും ഫുള്ള് സാധനങ്ങളാണ്ടാ. ഫുള്ള് നമ്മുടെ ചവിട്ടാട് അതിന്റെ ഡ്രസ്സും അതിന്റെ അനുബന്ധ സാധനങ്ങൾ, കിരീടം, എന്തൊക്കെ ഉണ്ടാവും. തൊപ്പി, കിരീടം, ഡ്രസ്സ്, നമ്മുടെ ഡ്രസ്സ്. ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി നിറച്ച് വെച്ചേക്കുന്നത്. വരുമ്പോ വണ്ടിയുടെ ഉള്ളില് ഫുള്ള് സെറ്റ് വെച്ചേക്കുന്നത്. അതായത് വണ്ടി കയറി പോയാൽ മാത്രം മതിയാണ്. സൈഡ് കാണാം. അവിടെ പാതി ദൂരം എത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണി. ഞങ്ങൾ ചായക്കടയിൽ ചായ കുടിക്കാൻ നിട്ടാണ്. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വെള്ളം മേടിക്കാം. മേടിച്ചോ. എന്റെ പൊന്നു പൈസ 91 രൂപ പെട്രോളിന്. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ പയ്യന്നൂരെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുള്ളൂ. ഇപ്പോൾ സമയം 4:42 കേട്ടോ. ഹായ് ഗൈസ്, കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഇന്നലെ ഒന്ന് അവളുടെ കറങ്ങിട്ട് ഒരു 5 മണി ഇല്ല 5:15 ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പം ചെറിയൊരു ഉറക്കം കുറഞ്ഞ 8:30 വരെ ഇങ്ങനെ കുളിച്ച് റെഡിയാവാൻ പോയിന്ന്. അവരൊക്കെ തുറയിട്ട് കൂടിയില്ല. കുളിക്കണ പോലെ മുടിയൊക്കെ കുളിച്ച്
സെറ്റപ്പായിട്ട് വേണം ഇനി അടുത്ത ഈ സ്കൂളിലോട്ട് പോകാനായിട്ട്. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാ. ഇത് ഉപ്പാവ്. ഇനി കുഴപ്പമില്ല ഒരു കടയിലൊന്നും ഉപ്പാവ് വീട്ടിലുണ്ടാക്കിയതില്ല. അല്ല നമ്മളവിടെ കടകളിൽ ഉപ്പാവ് ഞാൻ അങ്ങനെ കണ്ടല്ലോ. രാജേട്ടാ രാജേട്ടാ ഒരു ഹായ് പറഞ്ഞേ. എന്താണ് കടല മസാല? കടല റോസ്റ്റ്. മസാല ദോശയും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വേണ്ട നമുക്ക് കടല റോസ്റ്റ് വേണം. അവിടെ ഇടിയപ്പവും കറി. എനിക്ക് ഇടിയപ്പം, എനിക്ക് മസാല ദോശ. മസാല ദോശ കഴിക്കുമ്പോൾ അക്കുന്നത് ഇങ്ങനെ 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 എടുക്കാം. എന്നിട്ട് കുറച്ചെടുത്ത് സാമ്പാറിൽ മുക്കിയിട്ട് അടിപൊളിയാണ്. അടുത്തത് ചട്നിയിൽ നോക്കാം. എന്നിട്ട് അതും അതുപോലെ തന്നെ അടിപൊളി അടിപൊളിയല്ലേ? കട റോസ്റ്റ് ഇഷ്ടപ്പെട്ടതല്ല. ഒരു സമയമില്ല ഞാൻ കഴിച്ചിട്ട് വരാം. ഇതേ വരുന്ന കോള വണ്ടി. അപ്പം നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഇട്ടിരുന്നേട്ടാ. ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ ഒന്ന് കാണിക്കാനുണ്ട്. രാവിലെ എണീറ്റിട്ട് അപ്പം രാവിലെ എണീറ്റിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല, കാരണം നല്ല ഉറക്കപ്പിച്ചില്ലായിരുന്നു. വേറെ ഒന്നുമില്ല, ഞങ്ങൾ രാവിലെ ഒരു 5:15 അവിടെ എത്തിയത്. പിന്നെ റൂം എടുത്ത് നേരെ കുറച്ച് നേരം കിടന്ന് ഒരു 8-8 എണീറ്റതിന് ശേഷം പിന്നെ കുളിച്ച് റെഡി ആയി അങ്ങനെയൊക്കെ വന്നുകൊണ്ട് പിന്നെ നേരെ ചായ കുടിച്ചു വൈറ്റെടുത്തു. അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പറ്റി കാറിൽ കയറി ഇനിയിപ്പോൾ നേരെ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോർന്ന റൈറ്റ് എൻ്റെ അമ്മേ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മത്സരം നടക്കണത്. ആരും വന്നിട്ടൊന്നുമില്ല. ഓക്കെ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഒന്നുമില്ല, അത് മാറ്റി വെച്ചോ. അത് എന്താ അടുത്തോളത്തേക്കുള്ള നാടകം. ഇത് അടുത്തോളത്തേക്കുള്ള നാടകം. കണ്ണയ്യ കണ്ണയ്യ ഇത് ഫുള്ള് നാടകം. നമുക്ക് അവിടെ അമ്പലത്തിൽ കളിക്കാം. ഈ നാടകമാണ് അമ്പലത്തിൽ കളിക്കണത്.
ടാർസ്മാന്റെ ഇത് കണ്ടില്ലേ? ടാർസ്മാന്റെ ഇങ്ങനെ നീണ്ടുപോയത് മോറിൽ അറിയാൻ അതാ നേരെ ഞങ്ങള് തുറന്നിരിക്കണല്ലോ, ഒന്ന് തുറന്നല്ലോ. ഇതിനെന്താ പ്രശ്നം? പിന്നൂത്തിയാക്കണം അല്ലേ? ഈ ചളക്കൊക്കെ മാറോ? മാറിയല്ല, കള്ളം പറയരുത്. മാറിയില്ലേ? എൻ്റെ ഫ്രണ്ട് ഏതാണ്? ഫ്രണ്ട് അച്ഛ ഇത് ചളങ്ങിരിക്കാനുള്ള ഫ്രണ്ട് തന്നെ. അപ്പുറത്തുണ്ടോ അച്ഛ? രാജാവിൻ്റെ സിംഹാസനം. ചാരി വെക്കാൻ സ്റ്റാൻഡ്. കുഴപ്പമില്ല, കറക്കാവുന്ന രീതിയിലാണ് പോയേക്കണം. സിംഹാസനത്തിൻ്റെ സെറ്റ് ചെയ്യും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് മൊത്തം ഷൂസ്, സിൽക്കൊക്കെ അടിച്ചു വെച്ചേക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ രാജാവിൻ്റെ സിംഹാസനം സെറ്റ് ആവണത്. ഓക്കെ, ഓക്കെ. ഇവിടെ 2 ബോൾട്ടും കൂടി ചെയ്താൽ സെറ്റായല്ലേ? ഇനി ബോൾട്ട് വേണ്ട. വിത്തിൻ സെക്കൻഡ് സിംഹാസനം റെഡി. ഷർട്ട് അടിയ ലുക്കാണ്, പക്ഷേ എല്ലാവരും ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ, ഇങ്ങനൊരു ഇതിന് വന്നതിൻ്റെ പേരിലാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. ആശാൻ എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ഷർട്ടും ജുബൊക്കെ ഇട്ട്, ജുബ കറക്റ്റ്. എൻ്റെ ആശാനായിട്ട് വന്നുകൊണ്ട് മറ്റേ പുതിയ കല്യാണത്തിൽ ലാലു അലക്സ് മറ്റേ ജഗത്തിന് ടീഷർട്ട് ഇടിച്ച് മറ്റേ ഇടയിൽ കൊണ്ടുവന്ന് എടുത്തൂല്ലേ, അതുപോലെ നിൽക്കണമെന്ന്. മന്ത്രി മന്ത്രിയാണ്ടോ വന്നേക്കണം. ഇനി ചേച്ചി കാണിച്ചു തരാം. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ സെറ്റാണ്ടാ. അവിടെ പിള്ളേരൊക്കെ മാസമായിട്ട് ഇവിടെയാണ് ഇവിടെ മേക്കപ്പ് പൊടി. നമ്മുടെ പിള്ളേരൊക്കെ സെറ്റാണോ? നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ മറ്റേ മാർഗം കളിയല്ലേ, മാർഗം കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ വരാട്ടോ. ചവിട്ടാടത്തിന് ഡ്രസ്സ് ഇട്ടാകുമ്പോ ഓരോന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. കാലുകളാണ്. ഇതൊക്കെ പടന്മാരുടെ മഞ്ഞ മൊത്തം പടന്മാരല്ലേ?
ഭസ്മത്തിൻ്റെ നമ്മതേ ഇപ്പോൾ ഇവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടികളൊക്കെ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ മേക്കപ്പിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പരിപാടിയുണ്ട്. വീഡിയോ ഫുൾ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, കാരണം അവരെ ചെറിയ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി തിരക്കിലായിരിക്കുള്ളൂ. എങ്കിലും കുറച്ചല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തായാലും ഞാൻ സൂപ്പറായിട്ട് വിഷ്വൽസ് കാണിച്ചു തരാം. പിന്നെ ചവിട്ടാടത്തിൻ്റെ വീഡിയോ ഇട്ടുതരാവുന്നത് അത് ഇതിൻ്റെ ഒപ്പം ഇരിക്കില്ല, വേറെ ഇരിക്കുള്ളൂ. അത് 20 മിനിറ്റോളം ഉണ്ടാവും ആ വീഡിയോ, അത് മാത്രം. അപ്പോൾ അത് വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ അത് ചെയ്തു തരാം കേട്ടോ. റമേശ് ഉണ്ടാക്കണ സാധനം നാടകത്തിന് ആൾക്കാർക്ക് മീശ ഉണ്ടാക്കണേണ്ടൊക്കെ ഉണ്ട്. അതുപോലെ കിള്ളി എടുത്തിട്ട് അല്ല രാജാവായപ്പോൾ മുഖത്തൊരു ചെറിയൊരു അഹങ്കാരം വന്നല്ലോ ഉണ്ടാ. അമ്പേദയാശൻ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഇതിന്റെ ഗുണമൊന്നും ഇവിടെ ഉണ്ടാവും. പോലെ ആശാന്റെ മനസ്സ് അറിഞ്ഞു. ആശാന്റെ കാസർഗോഡ് ഞാൻ മിക്കവാറും കാസർഗോഡ്ക്ക് താമസം മാറ്റാൻ സാധ്യതയുണ്ട്. അതേ കാര്യത്തിന് പഞ്ചായത്തില്ലേ അവര് വീടും സ്ഥലം തരാൻ പറഞ്ഞു. ഊണുണ്ട്, സാമ്പാർ, മാങ്ങച്ചാറ്, പയറുണ്ട്.
എന്താന്ന് പറയാം, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു രാജാവ് പള്ളിക്കറയിലിരുന്ന് പള്ളി ഊണ് കഴിക്കണതേ വെച്ചാണ്. മേക്കപ്പ് ഇട്ടതിന്റെ ഒരു അവസ്ഥയെ. ഫുഡ് കഴിഞ്ഞിട്ട് ഇനി ബാക്ക് ടു വർക്ക്. ഇനി എനിക്ക് ആ ബ്ലാക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സുമ്പോ അതൊക്കെ വെൽക്രോയാണ്. അവിടെ കുറെ സാധനങ്ങൾ പിടിപ്പിക്കാനുണ്ട്, അതിന് പിന്നു കുത്തണം. അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടില്ല. ഹയർ സെക്കൻഡറി ഇനി രാജാക്കന്മാർക്കും ഭടന്മാർക്കൊക്കെ തൊപ്പിയും കിരീടം കാര്യങ്ങളൊക്കെ വെച്ചെടുക്കണം. ഇതിപ്പോ ഒരു ഭടനാണ്. തലപ്പാവ് ആദ്യം കെട്ടിയതിന് ശേഷം അതിന്റെ മുകളിലാണ് കിരീടം വെക്കണത്. തലപ്പാവ് കെട്ടണത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കേട്ടോ. ടൈറ്റ് ചെയ്യണ് മുറിയുമ്പോ പറയണോ കേട്ടാ. മുടുക്കനായി ഒന്ന് മീശരിച്ച് ഇവിടെ ചവിട്ടാടതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കണ്ട. നമ്മുടെയൊക്കെ ഇതാവാറായിട്ടുണ്ട്. ഇപ്പൊ നടക്കണ ഹൈസ്കൂളിലെ മത്സരമാണ്. നമുക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഉണ്ട്. പിള്ളേരൊക്കെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കളിക്കണത് നമ്മുടെ എതിർ ടീമാണ്. പക്ഷെ ഇവിടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് യൂട്യൂബ് നോക്കിയാണ് ഈ ഫുള്ള് ചവിട്ടാളെ പഠിച്ചേക്കുന്നത്. അറിഞ്ഞപ്പോ ഞാനും ഷോക്കായി പോട്ടെ. കാരണം യൂട്യൂബ് നോക്കി പഠിച്ച് അതിങ്ങനെ ഒരു മത്സരത്തിന് കൊണ്ടുവന്നവരാ സമ്മതിക്കണം. പിന്നെ സീനറി അയച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ ചവിട്ടാട്ടത്തിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സീനറി കണ്ട. ആഹാ, ചവിട്ടാട്ടത്തിൻ്റെ വീഡിയോ വരുമ്പോൾ കാണാൻ കാണിച്ചു തരാം സീനറിയൊക്കെ. ഒരു പരിപാടി ആകുമ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാനങ്ങനെ കലോത്സവത്തിൻ്റെ സ്റ്റേജിൽ കയറി. ഓഹോ, സീനറി സീനറി സീനറി. പക്ഷേ ഇതിൽ നമ്മൾ ജില്ലയിലേക്ക് പോകാനുള്ള അർത്ഥമിരിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ല പേര്. നമ്മുടെ അവിടെ നിന്ന് 135 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എത്ര നേരം ഓടി? 3 മണിക്കൂർ. 3 മണിക്കൂർ 3 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം വല്ല ബ്ലോക്ക് ആ നേരത്ത് കിട്ടൂല. എന്നാലും ഉണ്ടെങ്കിൽ തന്നെ അതേപോലെ
ഒമ്പണിക്ക് ഈ പരിപാടി നമുക്ക് തുടങ്ങാമല്ലോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ വന്നതിനെ കൊണ്ട് എനിക്ക് വ്ളോഗൊന്നും മര്യാദ എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ പണിയായിരുന്നു. ചെറിയ 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 വ്ളോഗുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചില ഷോട്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ദാഹശമനത്തിന് വേണ്ടി നിന്നതാണ്. ഞങ്ങൾ ദാഹശമനത്തിന് വേണ്ടിട്ട് നിർത്തിയതാണ്. ഇപ്പൊ തരാം. മയണൈസ് എന്നാ ശരി. ആണ്ടിയിലൊരിക്കൽ വരും എല്ലാരും ഘോഷിക്കും ആഘോഷമായി ഓണക്കളി തുടങ്ങാം. തകർത്തയിലെ ചന്ദനക്കുറിയും വരച്ച് കാക്കൂന്തൽ നന്നായി ഒതുങ്ങി. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ആണ്. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചെന്നിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. അവിടേക്ക് ഞാൻ ചിലപ്പോഴേ പോകുള്ളൂ. വണ്ടിയിലെല്ലാവരും നല്ല ഉറപ്പുണ്ടാവും. ഐ ആം ദ ഓൺലി വൺ വേക്കൻ ആൻഡ് ഡ്രൈവിംഗ്. ഓ വാട്ട് എ കോയിൻസിഡൻസ്. ഇഷ്ടംപോലെ ചരക്ക് വണ്ടികൾ ഓടുന്നുണ്ട്. വേറെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല റൂട്ടിൽ. നമുക്ക് പതിയെ പോകുന്നതേ ഉള്ളൂ. ആഹാ, കൂർക്കം വലിക്കാണ്ട് വരുന്നുണ്ട്. സമയം ഇപ്പോൾ 3:30 ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഓക്കെ, റോഡൊക്കെ കാലിയായിട്ട് കിടക്കേണ്ട. റോഡിലൊക്കെ ഒന്നും ബാക്കിൽ വണ്ടി പോലെ ഉണ്ട്. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഇപ്പം 4:59, അതായത് 5 മണി. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. മാനുവലായ കാരണം ഗിയറും സ്റ്റീറും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യണ്ടേ, ചെറിയൊരു കഷ്ടപ്പാടുണ്ട്. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലേ. കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം. അപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ അവിടെ ഇപ്പം എത്തും. നമ്മുടെ സ്ഥലത്ത് വീടെത്തും. എന്നിട്ട് വരാട്ടാ. എൻ്റെ പൊന്നു ഗൈസ്, അങ്ങനെ അടിപൊളി ഒരു ദിവസം കഴിഞ്ഞു കേട്ടാ. മത്സരം എന്നൊക്കെ വെച്ചാൽ നല്ല അടിപൊളി മത്സരമായിരുന്നു. നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റുള്ളൊരു നാടകമായിരുന്നു. നാടകം നല്ല പിള്ളേർ നല്ല അടിപൊളിയായിട്ട് കേട്ടി. പിന്നെ നമ്മൾ വ്ളോഗിൽ പറയാൻ പറ്റാഞ്ഞ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി മത്സരം ഉണ്ടായിരുന്നു, ഹൈസ്കൂൾ മത്സരം ഉണ്ടായിരുന്നു. ഈ 2 മത്സരത്തിനും നമുക്ക് തന്നെ കിട്ടി. രണ്ടും നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മത്സരം സ്റ്റേറ്റ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇനി ഞാൻ അങ്ങോട്ടേക്കായിരിക്കും പോണത്. അച്ഛനൊക്കെ ഇപ്പോൾ വന്നിട്ട് നേരെ പോയിട്ടുണ്ട്. അവർ പോയേക്കണത് ആലപ്പുഴക്ക് അവർ പോയി. അതിനകത്ത് ഇപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ ഒരു 3-4 പേര് ഓൾറെഡി ഉണ്ട്. പിന്നെ നാടകത്തിൻ്റെ ഡ്രസ്സ് കിരീടം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുത്തി നിറച്ചാണ് വണ്ടി പോയേക്കണത്. 5:15 ഞങ്ങളോട് വീട്ടിലെത്തിയപ്പോൾ 5:15 വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ അവരൊക്കെ കൂടി കുളിച്ച് റെഡി ആവാനൊക്കെ പോയി. അച്ഛനും ഞാനും പിന്നെ അവിടുത്തെ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു കിച്ചൺ. അപ്പോൾ അവനും കൂടി ചേർന്നിട്ടാണ് സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ഇതിനകത്ത് കയറ്റി. അതിനുശേഷം റിദിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അതായത് അച്ഛൻ്റെ ശിഷ്യനാണ്. അച്ഛനെ കാണിച്ചെന്നില്ല, രാജുവശൻ അച്ഛൻ്റെ ശിഷ്യനാണ്. അവനാണ് രണ്ടാമത് സോർട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് ബാക്കിയൊക്കെ മാറ്റി വണ്ടിയിലോട്ട് കയറ്റിയേക്കണം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കുറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. പിന്നെ നാടകം പറയാൻ രക്ഷയില്ല. ഹൈസ്കൂളിലാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന നാടകം കണ്ട എല്ലാവർക്കും ഉറപ്പായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പിള്ളേരും അടിപൊളി, തംസപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നവരെ കാണണമെന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ. നമ്മുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ.